ഇങ്ങനെയുള്ള ചുണ്ടിനെ ഒറ്റൊരു യൂസിൽ ഇങ്ങനെ ആക്കിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഗൈസ്? എന്നാൽ ഞാൻ വെറുതെ പറയല്ല കേട്ടോ, അതിനുള്ളൊരു ടിപ്പും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ഒരിക്കൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അടുത്ത് ഞാനൊരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിപ്പ് എന്താണ് ഇത്രയും പിങ്കായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആൾ അതേ സെയിം ടിപ്പ് കാണിച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഒന്നും കൂടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. കാരണം പണ്ട് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ലിപ് ബാം ഇടാതെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ ചുണ്ട് ഫുള്ളായിട്ട് കറുത്തിട്ടാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ ഉള്ളത്. നല്ലോണം പിഗ്മെൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റിയ കറക്റ്റ് ടൈമാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗോൾഗേറ്റ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള 2 സാധനം മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതേ ഗോൾഗേറ്റും എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മിക്സ് ചെയ്യാം കേട്ടോ. വേറെ ഒരു സംഭവം വേണ്ട, ഇത് രണ്ടും മാത്രം മതി കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഒരിക്കലും പറ്റിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ പാക്കും ഞാൻ ഇതിൽ വീഡിയോ ആയിട്ട് ചെയ്യുള്ളൂ കേട്ടോ ഗൈസ്. ഇതിന് മുമ്പ് 2 ഫേസ് പാക്ക് ഞാൻ ചെയ്തിട്ട് എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ സത്യമാണ് പറയണത്, ഒരിക്കലും ഞങ്ങളാരും പറ്റിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ പഞ്ചസാരയും ഈ ഗോൾഗറ്റും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടിട്ട് ഗൈസ്. അപ്പോൾ എത്ര കറുത്ത ചുണ്ടാണെന്നുണ്ടെങ്കിലും ഒരു 2-3 യൂസിൽ എന്തായാലും നമുക്ക് നല്ല മാറ്റം അറിയാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മിക്സ് ചെയ്തിച്ച സാധനം ഇതേ എടുത്തിട്ട് നമ്മൾ ലിപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിലുണ്ടല്ലോ തൊലി പോരുന്ന ടൈപ്പിൽ സ്ക്രബ് ചെയ്യരുത് കേട്ടോ ഗൈസ്. അല്ലാതെ തന്നെ നമുക്കറിയാലോ ഒരു മയത്തിൽ ചെയ്താൽ മതി കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേക്കാരം നല്ലത്. പിന്നെ ഒറ്റ യൂസ് തന്നെ നമുക്ക് അടിപൊളി റിസൾട്ട് അറിയാൻ പറ്റും. ഒരു 3 തവണ കണ്ടിന്യൂസ് ആയിട്ട് 3 ഡേയ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് എന്തായാലും കിട്ടും. റിസൾട്ട് കിട്ടിയിട്ടില്ലേ നിങ്ങൾ വന്ന് എന്നെ തേറി വിളിച്ചോളി ഗൈസ്. അത്രയ്ക്ക് ഉറപ്പ് ഞാൻ പറയുന്നുണ്ട്. കാരണം എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രം കേട്ടോ ഗൈസ് ഇത്രയും ധൈര്യത്തിൽ ഞാൻ വന്നിരുന്നു നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എത്ര കറുത്ത ചുണ്ടാണെന്നുണ്ടെങ്കിലും നമുക്കതിനെ റെഡ് കളറാക്കി എടുക്കാൻ പറ്റും ഗൈസ്. റെഡ് ആയില്ലെങ്കിൽ പിങ്ക് കളർ എന്തായാലും ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ദേ ഞാൻ നല്ല അടിപൊളിയായിട്ട് സ്ക്രബ് ചെയ്തുകൊണ്ട് കണ്ടാനി. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ എന്തൊക്കെ നടക്കുമെന്നൊക്കെ ചോദിക്കേണ്ടിട്ട് ആൾ. പക്ഷേ ഓള് റിസൾട്ട് കണ്ട ലാസ്റ്റ് നെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടല്ലോ, എനിക്ക് യൂസ് ചെയ്യണം പറഞ്ഞിട്ട്. പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്നെ കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ട് എന്നാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായാലും നെഗറ്റീവ് ആവില്ല എന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ട് കേട്ടോ. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്കും എന്തായാലും കിട്ടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇതേ നല്ല അടിപൊളിയായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കോലം കണ്ട ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ ഗൈസ്. സ്ക്രബ് ചെയ്ത് ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. അങ്ങനെ ഇതേ ഏകദേശം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ അടിപൊളിയായി കേട്ടോ ഗൈസ്. അപ്പോൾ അതെ നമുക്കിതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ വാഷ് ചെയ്തിട്ട് ഞാൻ വന്നപ്പോഴുള്ള റിസൾട്ടാണ് കേട്ടോ ഗൈസ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് സ്ക്രബ് ചെയ്തിട്ടുള്ളതാണെന്ന്. ഒരിക്കലല്ല, സ്ക്രബ് ചെയ്തുകൊണ്ടുള്ളതല്ല കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും. ആ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും തരിക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം പറയാനുള്ളത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഞാൻ വെറുതെ പറയണോ അല്ലേ എന്നുള്ളത് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ലിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്യണം. എൻ്റെ കയ്യിൽ ലിപ് ബാം ഇല്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പുതിയത് മേടിക്കണം. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു വാസ്ലിൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടു. അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടും. 1 ഡേ യൂസ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ 3 ഡേയ്സ് ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ തൽക്കാലം വാസ്ലിൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. നിങ്ങളതിൽ ലിപ് ബാം ഉണ്ടെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യാം കേട്ടോ ഗൈസ്. എന്തായാലും അത് ഒരു അടിപൊളി ലിപ് ബാം ഞാൻ കണ്ടെത്തണം വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഭയങ്കര സെർച്ചിങ്ങിലാണ്. നല്ല അടിപൊളി ലിപ് ബാം എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൂടി അത് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മൾ മോയ്സ്ചറൈസർ തേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ലിപ് ബാം എന്തെങ്കിലും യൂസ് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ കുറച്ചും കൂടി. പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ് ബാം ഇടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഗൈസ്. കാരണം നമ്മളെ പിഗ്മെൻറ്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കും കേട്ടോ. ഡയറക്റ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ കൂടുതലായിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ എത്ര സിഗരറ്റ് വലിച്ച് ചുണ്ട് കറുത്തോൽക്കാണെങ്കിലും ഈ ഒരു ടിപ്പ് എന്തായാലും ഉപകാരപ്പെടും. എന്തായാലും ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തില്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പല പാക്കുകളും യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതേക്കാരം. ഞാൻ കൊണ്ടുവരുന്ന ഓരോ പാക്കും എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ മുമ്പിൽ ഞാനത് അവതരിപ്പിക്കുള്ളൂ. കാരണം എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് നിങ്ങളെ മുമ്പിൽ പറയുള്ളൂ കേട്ടോ ഗൈസ്. അല്ലാത്തൊന്നും ഞാൻ പറയില്ല. അതിന് മുമ്പ് ഞാനൊരു എണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറൊരു പൊടി മേടിച്ചിട്ടുണ്ട്. ഇതിലൊന്നും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇൻഷാല്ലാ അടിപൊളി പാക്ക് ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായി ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.